ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ 2 ചിത്രങ്ങളാണ് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. നരിവേട്ട, അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പടക്കളവും തുടരും, ഈ 4 ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 842 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് നരിവേട്ട എന്ന ചിത്രത്തിന്. ടൊവിനോയുടെ ഈ ഒരു ചിത്രം ഇതിനോടകം തന്നെ ഏറെ പ്രശംസ നേടിയിരിക്കുന്നു. ഹെവി പോസിറ്റീവാണ് സിനിമയുടെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. 842 ഷോകളിൽ നിന്ന് 87,873 ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 1,39,00,000 രൂപയാണ് ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് പുറത്ത് വന്നിരിക്കുന്നത്. അത് 37.5% ഓക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് സിനിമ ആദ്യ ദിനം തന്നെ മികച്ച ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുന്നു. 1.5 കോടിക്ക് മുകളിൽ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഫൈനലായിട്ട് വരുമ്പോൾ 1,75,00,000 രൂപയൊക്കെ ആയിരിക്കാം ആദ്യ ദിനത്തെ കളക്ഷൻ. എന്നാലും ഹെവി പോസിറ്റീവ് എക്സ്ട്രാ ഓർഡിനറി ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ജനങ്ങൾ ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമ ചെയ്തിരിക്കുന്നത് ഒരു നല്ല സിനിമ എന്നുള്ളതും നല്ല മലയാള സിനിമ എന്ന പേരുമാണ് ഏറ്റെടുത്തിരുന്നത്. പ്രത്യേകിച്ച് ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇന്ന് 1.5 കോടിക്ക് മുകളിൽ കൂടി നേടും. അതായത് മൊത്തം 3.5 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ ആഴ്ചയിൽ ഓരോ സിനിമയിലും കാണാവുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറെ വ്യത്യസ്തത പുലർത്തുന്നതും സാധാരണ സിനിമകളിൽ നിന്ന് തിയേറ്ററിൽ പോയി ആളുകൾക്ക് കാണാൻ കഴിയുമെന്ന ആളുകൾ തന്നെ അവകാശപ്പെടുന്ന ചിത്രവുമായി മാറുന്നു. ഏറെ നാളിന് ശേഷമാണ് ധ്യാൻ്റെ ഇങ്ങനെ ഒരു ചിത്രം വരുന്നത്. ധ്യാൻ തന്നെ പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ചിത്രം 360ഓളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 28,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്നും 46 ലക്ഷം രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് പുറത്തു വന്നിരിക്കുന്നത്. 35% ഓക്യുപ്പൻസി, അതായത് സിനിമ 70 ലക്ഷം രൂപയോളമാണ് ആദ്യ ദിനത്തിൽ നേടിയിരിക്കുന്നത്. മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഒരു ആവറേജ് എന്നുള്ള രീതിയിലുള്ള കളക്ഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസാണ് രാവിലെ തന്നെ നൽകിയിരിക്കുന്നത്. പടക്കളം ഇറങ്ങി ഇപ്പോൾ 9 ദിനങ്ങൾ പിന്നിടുകയാണ്. സൈലൻറ്റ് ഹിറ്റിലേക്ക് നീങ്ങുന്ന ഈ ഒരു ചിത്രം ഇന്നത്തെ ദിനം നേടിയിരിക്കുന്നത് 249ഓളം ഷോകളിൽ നിന്ന് 14,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോവുകയും 23 ലക്ഷത്തോളം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. 25% ഓക്യുപ്പൻസിൽ, അതായത് സിനിമ 45-50 ലക്ഷം രൂപയോളമാണ് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇനി മോഹൻലാലിൻ്റെ തുടരും എന്ന ചിത്രമാണ്. മോഹൻലാൽ അഭിനയിച്ച തുടരും എന്ന ചിത്രം 1 മാസം പിന്നിടുകയാണ്. ഇന്ന് 29-ാം ദിനമാണ്. ഇതിനോടകം തന്നെ റെക്കോർഡുകൾ തൂക്കി മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായി. മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് 200 കോടിയും കടന്ന് 250 കോടിയിലേക്ക് സിനിമ കുതിക്കുകയാണ്. ഇന്ന് ഇതുവരെ 529ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 32,000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 50 ലക്ഷം രൂപയ്ക്കടുത്താണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നും സിനിമയുടെ ഓക്യുപ്പൻസി 20 ലക്ഷം രൂപയോളമാണ്. അതായത് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 115 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20 കോടിയും വേൾഡ് വൈഡ് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ വേൾഡ് വൈഡ് എന്ന് പറയാം നമുക്ക്, ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്ന 93 കോടിയുമാണ്. മൊത്തം സിനിമ 227 കോടിയിലേക്ക് എത്തുകയാണ്. ഇത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സക്സസ് മൂവിയിലേക്ക് മാറുകയാണ്. വലിയ രീതിയിൽ ഇനിയും സിനിമ ഓടാൻ ചാൻസ് ആണ്. കാരണം OTTയിലേക്കുള്ള ഡീറ്റെയിൽ ഒന്നും വന്നില്ലെങ്കിൽ 50 ദിവസം ഒരുപക്ഷെ സിനിമ റെക്കോർഡ് തൂക്കുമെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 27 ദിനങ്ങളിലും സിനിമയ്ക്ക് 1 കോടി വന്നു. ഇന്നലെ മാത്രമാണ് സിനിമയ്ക്ക് 90 ലക്ഷം രൂപയിലേക്ക് ഉള്ള കളക്ഷൻ ഇടിവ് വന്നത്. അതായത് 27 ദിനങ്ങളും സിനിമ 1 കോടിക്ക് മുകളിലാണ് നേടിയത്. ഇന്നും സിനിമ നേടാൻ പോകുന്നത് 85-90 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.